എന്താ പെട്ടെന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ? ഇങ്ങനെ കുറേ പേര് എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇത് കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. ഒരു ചാനൽ തുടങ്ങണം, കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ കുറേ ഫാക്ടേഴ്സ് എന്നെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് എൻ്റെ പ്രഗ്നൻസിയും ഡെലിവറിയും, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് 4 മന്ത്സ് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം ഫേസും ഇതൊക്കെ ആയപ്പോൾ എൻ്റെ ലൈഫ് ഭയങ്കര മോണോട്ടോണസ് ആയ പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. കാരണം ഡെയിലി സെയിം റുട്ടീൻ. രാവിലെ എണീക്കുന്നു, ബേബിയുടെ കാര്യം നോക്കുന്നു, പിന്നെ വർക്കിനിരിക്കുന്നു. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് വീട്ടിൽ തന്നെ വർക്കിനിരിക്കുന്നു. വൈകുന്നേരം വരെ വർക്ക്, അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കൽ, ബേബി ഇടയ്ക്കൊന്ന് നോക്കും, അവൻ്റെ ഫീഡിങ്. പിന്നെ വൈകുന്നേരമായ വീണ്ടും ബേബിയുടെ കാര്യങ്ങളും പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും. ഇത് തന്നെ ഉറക്കും. ഉറക്കത്തിൻ്റെ കാര്യം പിന്നെ കുറച്ച് കണക്കാണ്, എന്നാലും ഉറക്കും. അപ്പോൾ ഇത്ര മാത്രമായിട്ട് എൻ്റെ ലൈഫ് ഭയങ്കര സെയിം റുട്ടീൻ ഫീൽ ആയി തുടങ്ങിയപ്പോൾ ആക്ച്വലി എനിക്ക് കുറച്ച് ബോറിംഗ് ഫേസ്. അപ്പോൾ എനിക്ക് ചെയ്യണം, പുതിയതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഓക്കെ ദെൻ വൈ നോട്ട് യൂട്യൂബ് ചാനൽ. അതെൻ്റെ മൈൻഡിൽ കുറേ കാലമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തുടങ്ങാമെന്ന് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു. ആൻഡ് ഇത്രയും കാലം ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല എന്നും ഞാൻ അനലൈസ് ചെയ്ത് തുടങ്ങിയത് ഇപ്പോഴാണ്. അതിൽ രണ്ട് മെയിൻ കാര്യങ്ങളാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത്. ഒന്ന്, ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. അയ്യോ, അവരെന്ത് വിചാരിക്കും? എൻ്റെ കോണ്ടന്റ്സ് നന്നായിട്ടില്ലെങ്കിലോ? ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ? അയ്യോ, ആരെങ്കിലും എന്നെപ്പറ്റി എന്തെങ്കിലും പറയുമോ? കോമൻസ് ഇടുമോ? അങ്ങനെ ഉള്ള ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെന്റും എന്നെ ബാക്കിലോട്ട് വലിച്ച ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ അതിനെ എനിക്ക് ഓവർകം ചെയ്യാൻ ഇപ്പോഴാണ് ഒരു ധൈര്യം വന്നു തുടങ്ങിയത്. സെക്കൻഡ്ലി, ആൻഡ് അതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഐ വാസ് വെയിറ്റിംഗ് ഫോർ എ പെർഫെക്റ്റ് ടൈമിങ്. ഇൻ ദ സെൻസ്, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ്, ഒരു അടിപൊളി ക്യാമറ, പെർഫെക്റ്റ് ലൈറ്റിംഗ്, ഒരു ഈസ്തെറ്റിക് സ്പേസ്, ഈസ്തെറ്റിക് കിച്ചൺ, ഇങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഡിലേ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ബാക്കി നമ്മൾ തന്നെ വർക്ക് ചെയ്ത് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളത് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ എന്ന് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത്. സോ ഈ ഫാക്ടേഴ്സ് ഒക്കെ കാരണമാണ്, ഈ ഫിയേഴ്സ് ഒക്കെ ഞാൻ ഇപ്പോൾ ഓവർകം ചെയ്യുന്ന ഒരു സ്റ്റേജിലായതുകൊണ്ട് ഞാൻ ചാനൽ തുടങ്ങാൻ തീരുമാനമെടുത്തു. ആൻഡ് ദാറ്റ്സ് വൈ ഐ ആം ഹിയർ. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നെപ്പോലെ ചില ഇൻഹിബിഷൻസ് ഒക്കെ മനസ്സിൽ വിചാരിക്കണ ആൾക്കാർക്ക്, ലൈക്ക് മേ ബി ദിസ് ഇസ് ദ റൈറ്റ് ടൈം. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഡോണ്ട് തിങ്ക് ടു മച്ച്, ജസ്റ്റ് ടേക്ക് ദ ഫസ്റ്റ് മൂവ്. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തതിന് ശേഷം ബാക്കി നമ്മുടെ ഹാർഡ് വർക്കും എല്ലാം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും. സോ അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.